നമസ്കാരം. ഓൺലൈൻ കേരളയിലേക്ക് സ്വാഗതം. ആം ആദ്മി പാർട്ടി ദേശീയ കൺവീനറും ഡൽഹി മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിൽ പ്രതികരണവുമായി അമേരിക്ക രംഗത്തെത്തിയിരിക്കുകയാണ്. കെജ്രിവാളിന്റെ അറസ്റ്റിനെ കുറിച്ചുള്ള റിപ്പോർട്ടുകൾ US സർക്കാർ നിരീക്ഷിച്ചു വരികയാണെന്നും ജയിലിൽ കഴിയുന്ന ഡൽഹി മുഖ്യമന്ത്രിക്ക് നീതിയുക്തവും സുതാര്യവും സമയബന്ധിതവുമായ നിയമ നടപടി ഉറപ്പാക്കാൻ ഇന്ത്യൻ സർക്കാരിനെ പ്രേരിപ്പിക്കുമെന്ന് അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവിനെ ഉദ്ധരിച്ച് റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നു. മറ്റേതൊരു ഇന്ത്യൻ പൗരനെയും പോലെ ആം ആദ്മി പാർട്ടി നേതാവിനും ന്യായവും നിഷ്പക്ഷവുമായ വിചാരണയ്ക്ക് അർഹതയുണ്ടെന്ന് ജർമ്മനിയുടെ വിദേശകാര്യ ഓഫീസ് വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് US-ന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണവും വന്നിരിക്കുന്നത്. അമേരിക്ക ഈ വിഷയത്തിൽ തങ്ങളുടെ അഭിപ്രായം പറഞ്ഞതോടുകൂടി അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ് ലോകരാജ്യങ്ങളിൽ തന്നെ വൻ ചർച്ചയായി എന്നതിന് തെളിവാണ് ചൂണ്ടിക്കാണിക്കുന്നത്. കെജ്രിവാളിന്റെ അറസ്റ്റോടെ BJPയും നരേന്ദ്രമോദിയും കൂടുതൽ വെട്ടിലായിരിക്കുകയാണ്. നേരത്തെ ജർമ്മനിയും ഈ വിഷയത്തിൽ പ്രതികരിച്ചിരുന്നു. ജുഡീഷ്യറിയുടെ സ്വാതന്ത്ര്യവും അടിസ്ഥാന ജനാധിപത്യ തത്വങ്ങളുമായി ബന്ധപ്പെട്ട മാനദണ്ഡങ്ങളും ഈ കേസിൽ പ്രയോഗിക്കുമെന്ന് തങ്ങൾ പ്രതീക്ഷിക്കുന്നു എന്നതായിരുന്നു ജർമ്മൻ സർക്കാർ വക്താവ് കഴിഞ്ഞ വെള്ളിയാഴ്ച പറഞ്ഞത്. എന്നാൽ കേന്ദ്ര സർക്കാർ ഈ പ്രസ്താവനയോട് ശക്തമായ രീതിയിലാണ് പ്രതികരിച്ചത്. ജർമ്മൻ പ്രതിനിധിയെ വിളിച്ചു വരുത്തുകയും വിദേശകാര്യ വക്താവിന്റെ പരാമർശം ആഭ്യന്തര കാര്യങ്ങളിൽ നഗ്നമായ ഇടപെടലെന്ന് വിലയിരുത്തുകയും ചെയ്തു എന്നാണ് ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ പറയുന്നത്. ഇത്തരം പരാമർശങ്ങൾ തങ്ങളുടെ ജുഡീഷ്യൽ പ്രക്രിയയിൽ ഇടപെടുന്നതും നമ്മുടെ ജുഡീഷ്യറിയുടെ സ്വാതന്ത്ര്യത്തിന് തുരങ്കം വെക്കുന്നതുമായി തങ്ങൾ കാണുന്നുവെന്നും വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞു. അതേസമയം അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് ഇന്നും ഡൽഹിയിൽ ശക്തമായ സമരപരിപാടികൾ നടന്നു. പ്രധാനമന്ത്രിയുടെ വീട്ടിലേക്ക് മാർച്ച് നടത്താൻ ശ്രമിച്ച പഞ്ചാബ് മന്ത്രി ഹർജോയ് സിംഗ് ഗെയിൽസ്, സോമനാഥ് ഭാരതി തുടങ്ങിയ മുതിർന്ന നേതാക്കളെയും 200-ലേറെ പ്രവർത്തകരെയും ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് പോകുന്ന വഴികളിൽ ഡൽഹി പോലീസ് രാവിലെ തന്നെ ശക്തമായ സുരക്ഷ ഏർപ്പെടുത്തിയിരുന്നു. സുരക്ഷാ കാരണങ്ങളാൽ ചില മെട്രോ സ്റ്റേഷനുകൾ ഇന്ന് അടച്ചിടുകയും ചെയ്തു. AAP പ്രവർത്തകർക്ക് പ്രതിഷേധിക്കാൻ അനുമതി നൽകിയിട്ടില്ലെന്നും പോലീസ് പറയുന്നു. അതേസമയം മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് BJPയുടെ പ്രതിഷേധവും ഇന്നലെ നടന്നിരുന്നു. ജയിലിലായ മുഖ്യമന്ത്രി എത്രയും പെട്ടെന്ന് രാജിവെക്കണമെന്നാണ് BJP മുന്നോട്ട് വെക്കുന്ന ആവശ്യം.